42ഓളം കേസിലെ പ്രതിയാണ് ഈ അനീഷ്. അതിൽ കുത്തുണ്ട്, വെട്ടുണ്ട്, ചവിട്ടുണ്ട്, ബലാത്സംഗമുണ്ട്, മോഷണമുണ്ട് എന്ന് വേണ്ട അനീഷ് ചെയ്യാത്ത ക്രൂരപ്രവൃത്തി ഒന്നുമില്ല. വിറയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ അനീഷിന്. പക്ഷേ ഇപ്പോൾ അനീഷ് ആകെ മാറി. ഇപ്പോൾ അനീഷ് ചെയ്യുന്ന പണി കണ്ടോ? ഒന്ന് കണ്ടു നോക്ക്. അനീഷ് എന്ത് പരിപാടി ഇവിടെ? ഇല്ല, കുറച്ച് തക്കാളിയൊക്കെ പറിക്കാനുള്ള പരിപാടിയിലായിരുന്നു. എന്താ അനീഷ് ആരാണ്? അനീഷ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എല്ലായിരുന്നു, പത്രങ്ങളിലും TV-കളിലും എല്ലാം നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു. കാരണം ക്രിമിനൽ കേസുകളും കുറെ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ ഇന്നിപ്പം അനീഷ് എത്ര കേസ് ഉണ്ടായിരുന്നു? 42 കേസ് ഉണ്ടായിരുന്നു. എന്ത് കേസൊക്കെ കൂടുതൽ വന്നേക്കുന്നത്? കൂടുതൽ വന്നാൽ കുറെ ചീറ്റിംഗ് കേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി കേസുകളുണ്ട്. കളവല്ല, വണ്ടി അഗ്രിമെന്റ് എഴുതിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ മറ്റേ മണലുകാർക്ക് കൊടുക്കുന്ന പ്രശ്നങ്ങൾ. പോക്സോ കേസുണ്ട്. പോക്സോ കേസുണ്ട്. ഇങ്ങനെ കുറെ കേസുകൾ. അടിപിടി ഉണ്ടോ? അടിപിടി കേസുകളുണ്ട്. കേസാണ് കേട്ടോ. 42 കേസുണ്ട്. 42 കേസുണ്ട്. ഇന്നിപ്പോ 4 കേസേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ കേസ് എത്രാമത്തെ കേസിൽ വരുന്നത്? ആദ്യത്തെ കേസ് വരുന്നത് 2000-ൽ. എത്ര വയസ്സില്? 2000 എന്ന് പറയുമ്പോ ഇപ്പൊ 44 വയസ്സായി. അപ്പോ 20 വയസ്സിൽ. 20. എന്തുവരെ കേസ് ചുരുക്കി പറഞ്ഞു? എന്തുവരുന്നു ആദ്യത്തെ കേസ്? ആദ്യത്തെ കേസ് ഇവിടെ നിന്ന് ഒരു കറുപ്പത്തോലിന്റെ കേസായിരുന്നു. ഫോറസ്റ്റ് നിന്ന് ഈ കറുപ്പത്തോൽ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കറുവപ്പട്ട എന്ന് പറയും. അത് ചെത്തിക്കൊണ്ട് കേസാണ്. അത് നമ്മളിവിടെ കാപ്പി നോക്കാൻ പോകുന്ന സമയമാണ്. അപ്പം കുറെ ചേട്ടന്മാർ പറഞ്ഞു, മക്കളെ അതൊന്ന് എടുത്തിടാൻ പറഞ്ഞു. അപ്പോൾ 10 രൂപ ഒരു ചാക്കിന് കിട്ടുക. അങ്ങനെ ആ സാധനം എടുത്ത് നമ്മൾ ഇടുന്നു. അത് ഇട്ട് കഴിയുമ്പോൾ മറ്റേ നാട്ടുകാർ വന്നിട്ട് പറയുന്നു, മക്കളെ അതിനി ആവർത്തിക്കരുത്, അത് ഇന്ന പോലെ കേസാണ്. അപ്പോൾ ഇന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് വള്ളിയൂർക്കാവ് എന്ന് പറയുന്നത്. ആ വള്ളിയൂർക്കാവ് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അന്ന് ആ പൈസ കിട്ടിയില്ല. അവർ മൈസൂർ എവിടെയൊക്കെ പോയി. അപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരാൾ ചോദിച്ചു, പേര് പറയാനില്ല, ഒരാൾ ചോദിച്ചു, അനീഷ് നമുക്ക് രണ്ടാം കൂടി ഇത് 3 പേർക്കും കൂടി ചെയ്താൽ, 3 പേരുണ്ട് ഞങ്ങളന്ന്. അങ്ങനെയാണ് ഫസ്റ്റ് ക്രൈമിലേക്ക് പോകുന്നത്. അതന്ന് പിടിക്കപ്പെട്ടു. അങ്ങനെ പിടിച്ചു. പിന്നെ അത് ഫസ്റ്റ് കേസായി. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ്റെ വീട്ടിൽ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ ഒരു ബലാത്സംഗ കേസിൽ പെടുന്നു. ഇങ്ങനെ പിന്നെ അത് ജയിലിലെ കൂട്ടിയായിട്ട് അറിയാലോ. പിന്നെ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് അങ്ങ് പോയി. പിന്നെ മോള് വലുതായി. അല്ല, പിന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പെടുവാണ്. അത് ഒരു എന്താ പറയുക, ഒരു ചങ്ങലയാണ് ഇതെല്ലാം. അത് എന്ത് വന്നാലും ഒരു ചങ്ങല ഉണ്ടാവും. അത് ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കിയതാണ്, പിന്നീടാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കുടുംബമായി, പ്രാരാബ്ദങ്ങളായി. തിരുത്താനൊന്നും ആരും വരുന്നില്ല, സ്വന്തം ഇഷ്ടാനുസരിച്ച് ജീവിക്കും. അങ്ങ് പോവല്ലേ, വീടൊന്നും നോക്കലില്ല, വീട്ടിലെ കാര്യമില്ല, ഒരു കാര്യവും ഇല്ല. അത് അന്നേരം കുറെ ഇതിന്റെ പുറകെ നടക്കുന്ന ആളുകളുടെ പുറകെ തന്നെയാണല്ലോ. കോഴിക്കോട് നിന്ന് വിളിക്കും, കണ്ണൂരിൽ നിന്ന് വിളിക്കും, എറണാകുളത്ത് നിന്ന് വിളിക്കും. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ പോവാണ്. നമ്മൾ ലാവിഷ്, ലോഡ്ജ്, മറ്റു ജീവിതം, വീട്ടിൽ വന്നാ വന്നു, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് ഒരു കാലഘട്ടത്തിൽ പിന്നെ നല്ല ഇപ്പോഴും ആരോഗ്യമുണ്ട്, 2 കൊടുക്കാനുള്ള ആരോഗ്യമൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ചെയ്യുന്ന പണി എന്തുവാ? ഇപ്പൊ ചെയ്യുന്നത് കൃഷിയാണ്. അത് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ കുറെ സുഹൃത്തുക്കൾ കൂടി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസമാധാനം കിട്ടാൻ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പോകുമെന്ന് പറഞ്ഞൊരു സജീഷ്, അവൻ്റെ പേര്, അവനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രചോദനം തന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലം തന്നത് സതീഷാണ്. പിന്നെ എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്തത് ഇപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സപ്പോർട്ടും ഇവരെല്ലാം കൂടി ഉള്ളത് കൊണ്ട് ഞാൻ എന്തായി, മറ്റൊരു ക്രൈമിലേക്ക് ഇനി പോകണ്ട, എൻ്റെ സുഖം ഇതാണ്. പിന്നെ മോള് 93% മാർക്കോടെ പാസ്സായപ്പം വൈഫ് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇനി മേലിൽ വേണ്ടാത്ത പരിപാടിക്ക് പോകരുത്, അവളുടെ ഭാവി നിങ്ങൾ ഓർക്കണം. അതല്ല ഇങ്ങനെ നമ്മുടെ ചുറ്റിലേക്ക് നമ്മുടെ കൂട്ടുകാരും ബാക്കിയുള്ളവരും എല്ലാവരും കൂടെ പറയുമ്പോൾ നമ്മളും അങ്ങ് എന്തായി ഓട്ടോമാറ്റിക്കലി. പിന്നെ എൻ്റെ നാട്ടുകാർ എന്തൊക്കെ ഇനിയിപ്പോൾ ആരോട് കുറ്റം പറഞ്ഞാലിരിക്കുക, എന്നോട് കുറ്റം പറയില്ല, എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹവും ഒരാളെ കണ്ടാലും കാരണവരെ കണ്ടാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൊണ്ട് ഇനി ഞാനൊരു പരിപാടിക്ക് പോകില്ല എന്നിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ ഈ തോട്ടത്തിൽ എന്തൊക്കെയുണ്ട് പറ? ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട്? 35 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇതിനകത്ത് ഞാലിപ്പൂവനുണ്ട്, അതുപോലെ തന്നെ വഴുതനയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പിന്നെ കുറ്റി ബീൻസ് ഉണ്ട്. ഇനിയുള്ളത് കക്കിരി വലുതായി വരുന്നേ ഉള്ളൂ. നമ്മുടെ മറ്റേ കുക്കുംബർ അത് വലുതായി വരുന്നേ ഉള്ളൂ. പടവലമുണ്ട്, പാവലുണ്ട്, പിന്നെ മത്തനുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഇത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കടുക്, എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എന്നെ സഹായിക്കുന്നവരും കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരെയും കൂടെ കുട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. അവർ പൈസ മോഹിച്ചിട്ടോ കാര്യങ്ങളൊന്നും സഹായിക്കാനുള്ളതുണ്ട്. ഇത് ശരിക്കും 4 വർഷത്തെ കൃഷിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. 4 വർഷത്തെ കൃഷിയാണ് ഇതെല്ലാം കാണുന്നത്. അല്ല, ഇതിപ്പം കുറച്ചായിട്ട്, ഇതൊരു 8-9 മാസം ആവുന്നേ ഉള്ളൂ ഇപ്പം. ഈ 9 മാസം കൊണ്ടുള്ള കൃഷിയാണിത്. അപ്പൊ ഈ പയറൊക്കെ നമ്മൾ ശരിക്കും പോയിസൺ അടിക്കണം, എന്നാലേ ഇതിന്റെ ഈ ചുരുളിച്ചൊക്കെ മാറി കാര്യങ്ങൾ സെറ്റായി വരുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ട സാധനം ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് പോയിസൺ ഒന്നും അടിച്ചിട്ടില്ല.
നമ്മൾ നാച്ചുറലായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വളം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഘട്ടം വളം ഒറ്റ വളം ഉപയോഗിച്ചുള്ളൂ. അത് പിന്നെ രണ്ടാമത്തെ വളം എന്ന് പറയുന്നത് ചാണകവും ബാക്കിയുള്ള കൊന്നച്ചപ്പും എല്ലാം കൂടെ പുളിപ്പിച്ച് ഒഴിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വിളവ് കുറച്ച് കുറവാണ്. എന്നാലും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ വീട്ടുകാരും ബാക്കിയുള്ളവരും കഴിക്കുന്നതുകൊണ്ട് വേറെ പുറത്ത് കൊടുക്കലില്ലല്ലോ. ഇത് എവിടെ കൊടുക്കുന്നത്? നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ വെളിയിൽ കൊടുക്കും, വൈഫിന്റെ അടുത്ത് കൊടുക്കും. അവിടെ കാട്ടിക്കുളം കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യല്. അവിടുന്ന് ആളുകൾ മേടിക്കും. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള കടക്കാർ, നമ്മുടെ കൂട്ടുകാർ, ബാക്കിയുള്ളവർ കുറച്ച് അവർ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ കൊടുക്കും, പൈസ മേടിക്കും, അവർ കൊണ്ട് തരും. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഒരു പഴയ അടിപിടി കേസ് കുറെ പൈസ ഉണ്ടാക്കാം. ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം 100 രൂപ കിട്ടിയാലും ജീവിക്കാൻ കഴിയുന്നുള്ള മനസ്സിലാക്കി. കാരണം 400 രൂപയും 500 രൂപയും 1 ലക്ഷം എന്നെ എടുത്ത് കിട്ടിയിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ 400 രൂപേന്റെ സുഖവും ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ചതാണ്. കാരണം എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് മര്യാദയ്ക്ക് കിടന്നുറങ്ങാനുള്ള സംവിധാനമുണ്ട്. എൻ്റെ മക്കളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. മറ്റേതെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ഒരു വണ്ടി വരുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അനീഷേട്ടാ വണ്ടി വരുന്നുണ്ട്, ആരാന്ന് അറിയില്ല എന്ന് പറയും. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മളെ അതിലേക്ക് നമ്മൾ പേടിച്ചല്ലേ കിടക്കണേ. അപ്പം പോലീസാണ് കാര്യങ്ങളാന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് മാറുമല്ലേ. അപ്പം നമ്മൾ അടുത്ത വാതിൽ തുറക്കും, ഇറങ്ങി ഓടലാണ്. അപ്പം പെണ്ണുങ്ങൾക്ക് ആ സുഖങ്ങളൊന്നും എൻ്റെ പെണ്ണുങ്ങൾക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനിപ്പോഴും അങ്ങനെ മനസ്സിലാക്കുന്നത്. എൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ എൻ്റെ സുഖം കിട്ടിയത് ഇപ്പം എനിക്ക് തോന്നുന്നൊരു 2-3 വർഷമായിട്ടാണ് എൻ്റെ മക്കൾ എന്നെ ശരിക്കും അവരുടെ കൂടെ നിൽക്കാൻ തന്നെ പറ്റിയിട്ടുള്ളത്. അപ്പൊ അതാണ് ജീവിതത്തിൽ ഒരാളും തെറ്റിലേക്ക് പോവാതിരിക്കട്ടെ. അതെ. അപ്പൊ ഈ തോട്ടത്തിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ട് ചുരുക്കി പറയാം? എന്തൊക്കെയുണ്ട്? എല്ലാം ഉണ്ടല്ലേ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട്, അങ്ങനെ തന്നെ പറയാം. ഉള്ള സ്ഥലം മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും നമ്മള് വേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പൂച്ചെടി വരെ ഇതിലുണ്ട്. ഇതാ ഈ നിൽക്കുന്നത് നമ്മുടെ ബന്ദിപ്പൂവാണ്. അത് വരെ നമ്മൾ ഇത് ഇപ്പം ചിലര് പറയും മറ്റേ കലാഭമണിന്റെ പാടിയാന്ന് പറയും, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അതല്ല, എങ്കിൽ കൂടി അവന്റെ ഒരു ഇഷ്ടപ്രകാരം കെട്ടിവെച്ചതായിരുന്നു. അവന് താമസിക്കാൻ ഓണർ അനീഷിന്റെ സ്ഥലമല്ലേ ഇത്? അല്ല, എന്റെ സുഹൃത്തിന്റെ സ്ഥലമാണ്. പാട്ടത്തിനെടുത്ത് പാട്ടം എന്നില്ല. അവൻ എനിക്ക് 2 വർഷത്തേക്ക് നീ വേറെ എവിടെയും പോകണ്ട, കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് എനിക്ക് തന്നിരിക്കുന്നതാണ്. എനിക്ക് 5.5 സെന്റ് ഭൂമിയേ ഉള്ളൂ. പക്ഷെ അവൻ എന്നോട് ചെയ്തോളാൻ പറഞ്ഞിട്ട് അവനൊരു എഗ്രിമെന്റ് വരെ എഴുതി തന്നിട്ടുണ്ട്. ആ ഒരു രൂപത്തിൽ ചെയ്യുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇടത്താവളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വരും. ഈ നാട്ടിലുള്ള അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ കാര്യങ്ങളോ ചേട്ടായിമാരോ അതുപോലെ കാരണവന്മാരാണെങ്കിൽ എല്ലാവരും വരലുണ്ട്, പോകലുണ്ട്, ഭക്ഷണം വെക്കലുണ്ട്, കഴിക്കലുണ്ട് എല്ലാം. ഇപ്പൊ അനീഷ് നാട്ടിലൊരു താരമാണല്ലോ, എല്ലാവർക്കും അനീഷിനെ വേണം. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നമ്മളെല്ലാ ഫംഗ്ഷനും നമ്മളെ വിളിക്കും, നമ്മളെല്ലാ കാര്യങ്ങൾക്കും പോകും. പണ്ടൊരു കാലത്ത് വിളിക്കലില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തിനും വിളിച്ചാലും എല്ലാവരും ഒരാളും ഒഴിവാക്കലില്ല. നമ്മൾ പോവും, കാര്യങ്ങൾ ചെയ്യലുണ്ട്, വരും. ഇനിയിപ്പോ ഈ 42 കേസ് എത്ര അവസാനിക്കാനുണ്ട്? ഇനി 4 കേസും കൂടി ഉള്ളൂ. അതും കൂടെ തീർന്ന അതിന്റെ വിധി വന്ന് ഇനി ജയിലിൽ പോവോ? ആ വിധി വരാനുള്ള ഒരു കേസുകളും ഇല്ല. ഇല്ല. ബാക്കിയെല്ലാം ഒരു കേസ് സെറ്റിൽമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഹാജരായി തീരും. പിന്നെ ഒരെണ്ണം ലാസ്റ്റ് ഘട്ടത്തിലാണുള്ളത്, അതും ഇതായതാണ്. പിന്നെ എല്ലാം നിയമവ്യവസ്ഥയല്ലേ. മനസ്സിപ്പോ ഫ്രീ ആയി അല്ലേ? മനസ്സ് ഫ്രീ ആയി. സുഹൃത്തുക്കളുടെ കൂടെ എൻജോയ് ചെയ്യാം, വീട്ടിൽ എൻജോയ് ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴും ഫ്രീ ആണ്, ഇപ്പൊ ഹാപ്പിയാ. ഇനി മറ്റേ തെറ്റിലേക്ക് പോവില്ല. ഇനി നിർബന്ധിച്ചാലും പോകത്തില്ല. പഴയ സുഹൃത്ത് ആര് വിളിച്ചാലും അങ്ങനത്തെ ഒരു കേസിന് പോവില്ല. ഇനി എനിക്ക് അതിനകത്ത് പ്രത്യേകം പറയാനുള്ളത്, ഇനി എന്നെ പോലെയുള്ള വളർന്നു വരുന്ന ചെറിയ ചെറുപ്പക്കാരായ പിള്ളേർ തെറ്റിലേക്ക് പോകരുത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു തെറ്റ് തിരുത്താൻ ഒരു ചെറിയ കുഴി കുത്തിയിട്ട് അത് തൂർക്കണമെങ്കിൽ വലിയൊരു കുഴി കുത്തണം. അന്ന് ആ മണ്ണിടുമ്പോഴേക്കും വലിയ കുഴിയാവും. അത് തൂർക്കണമെങ്കിൽ അടുത്ത വലിയ കുഴിയാവും. പിന്നെ അവൻ ഇറങ്ങാൻ പറ്റില്ല ഒരിക്കലും. ഇതൊരു ചങ്ങലയായി മാറുവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. പറഞ്ഞുകൊണ്ട് നമുക്ക് തീർക്കാം.